കോഴിക്കോട് എലത്തൂർ വിജിൽ നരഹത്യാ കേസിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താനായുള്ള പരിശോധന ഇന്നും തുടരും. മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘ, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഈ കൊലപാതകം, നരഹത്യ നടന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് വർഷങ്ങൾ കഴിഞ്ഞായാലും പുറത്തേക്ക് വരും. കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് കൂടി എടുത്തു കാണിക്കുന്ന ഒരു കേസായി മാറുകയാണ് വിജിൽ നരഹത്യാ കേസ്. ഇന്നുള്ള തുടർ നടപടികളൊക്കെ ഏത് രീതിയിലായിരിക്കും? വിനിഷ, കഴിഞ്ഞ 2 ദിവസമായി ഈ സരോവരത്ത് വിജിലിനെ മരണത്തിന് ശേഷം കെട്ടിത്താഴ്ത്തി എന്ന് പറയപ്പെടുന്ന സരോവരത്തെ ചതുപ്പിൽ തിരച്ചിൽ തുടരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കൂടി വേണ്ടിയാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ഉയരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരച്ചിലിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതേസമയം തന്നെ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള 2 പ്രതികൾ നിഖിലിൻ്റെയും ദീപേഷിൻ്റെയും കസ്റ്റഡി കാലാവധി ഇന്നത്തെ ദിവസം കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എലത്തൂർ പോലീസ് ഉള്ളത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ലഭിക്കാനുണ്ട്, കണ്ടെത്താനുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ട ഇവരുടെ സുഹൃത്തായ രഞ്ജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാംഗ്ലൂരിൽ ആണ് രഞ്ജിത്ത് ഉള്ളത് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പരിശോധന ഉൾപ്പെടെ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ കെട്ടിത്താഴ്ത്തിയ ചതുപ്പിലേക്ക് JCB ഉൾപ്പെടെ എത്തിക്കാനുള്ള റോഡ് സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്കുള്ള റോഡിൻ്റെ പണി ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാകും. അതിനുശേഷം JCB ഉൾപ്പെടെ അവിടെ എത്തിച്ച് തിരച്ചിൽ നടത്താൻ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ട് വലിയ തരത്തിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മഴയ്ക്ക് രാവിലെ നേരിയ ശമനമുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താവും എന്ന് ഇന്നത്തെ ദിവസത്തെ കാലാവസ്ഥ എന്താവും എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഇന്നത്തെ ദിവസം മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ്. മേഘ പറഞ്ഞതുപോലെ മഴയാണ് വില്ലൻ, പ്രതികൂലമായ സാഹചര്യമായാൽ അവിടെ കുഴിച്ചു പരിശോധിക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവമാണിത്. കുഴിച്ചു മൂടി അവിടെ ആ ചതുപ്പിൽ വിജിലിൻ്റെ മൃതദേഹം ആ ചതുപ്പിൽ താഴ്ത്തിയെന്നാണ് പ്രതികൾ പോലീസിനോട് നൽകിയ മൊഴി. അതിനാൽ തന്നെ കുറച്ച് ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ആഴത്തിലുള്ള കുഴിച്ചു പരിശോധനയ്ക്കായി ചതുപ്പ് നിലത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ JCB അടക്കമുള്ള എക്സ്കവേറ്റർ അടക്കമുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ആ പരിശോധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ തടസ്സങ്ങൾ നീക്കി നിലവിൽ അവിടേക്ക് ആ ചതുപ്പ് നിലത്തിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് വഴി എക്സ്കവേറ്റർ അടക്കമുള്ള ഡീപ്പ് എക്സ്കവേറ്റർ അടക്കമുള്ള സാധനങ്ങൾ ഉപകരണങ്ങൾ കൊണ്ടെത്തിച്ച എക്സ്കവേഷൻ നടത്താനാണ് ഏതായാലും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മേഘമാധവൻ നൽകിക്കൊണ്ടിരുന്നത്.